സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ കൊടിയ ഭീകരവാദികളോട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുമെന്നല്ല. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന, വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, മനുഷ്യബന്ധങ്ങളിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്ന, ഒരു അപകടത്തിന്റെ വാർത്തയിൽ മരിച്ചവന്റെ പേരിൽ പോലും മതം പരിശോധിക്കുന്ന, മനുഷ്യനെന്ന പദത്തിൽ അർഹതയില്ലാത്ത എല്ലാ വർഗീയവാദികളോടും അകലം പാലിക്കാൻ, അവർക്കെതിരെ മനുഷ്യരെ അണിനിരത്താൻ ഈ കാലഘട്ടം ഇടതുപക്ഷത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യത്തിൽ RSS എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ SDPI എന്നോ ഉള്ള വ്യത്യാസമില്ല. RSSനെ കുറച്ച് കൂടുതലായി നാം എതിർക്കാറുണ്ട്, RSSനെതിരെ പ്രസംഗിക്കാറുണ്ട്. അതിന് കാരണം അവർ ഇന്ത്യ ഭരിക്കുന്ന നിലയിലേക്ക് ശക്തിപ്പെട്ടതുകൊണ്ടാണ്. ഇന്ത്യ ഭരിക്കുന്ന വർഗീയതയായി മാറി. നാളെയും RSSനെതിരെ കഠിനമായ ആ എതിർപ്പ് ഉയർത്തിപ്പിടിക്കും. അതോടൊപ്പം RSSന്റെ വിദ്വേഷ രാഷ്ട്രീയത്തെ സാധൂകരിക്കും വിധം സമൂഹത്തിൽ RSSന് സ്വച്ഛന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദത്തെ, വർഗീയവാദത്തെ, മതരാഷ്ട്രവാദത്തെ കണിശമായി തുറന്നു കാണിക്കും. അതിനോട് ഒരു സന്ധിയും ചെയ്യില്ല.